നമസ്കാരം. സെൽഫ് റിഫ്ലക്ഷന്റെ ആവശ്യകതയും എങ്ങനെയാണ് നമുക്കത് ഒരു ഗൈഡഡ് സെൽഫ് റിഫ്ലക്ഷൻ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. സെൽഫ് റിഫ്ലക്ഷന്റെ ഇമ്പാക്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൽ ധാരാളം ബെനിഫിറ്റ്സ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബെറ്റർ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങും ഇമോഷണൽ റെഗുലേഷനും ഒക്കെ നടത്താനായിട്ട് സാധിക്കും. അത് അവരുടെ പേഴ്സണൽ ഗ്രോത്തിനും അക്കാഡമിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് അവരവരുടെ തന്നെ ലേണിംഗ് എക്സ്പീരിയൻസിനെ ക്രിട്ടിക്കലായിട്ട് ആലോചിക്കാൻ മറ്റൊരു പ്രോസസ്സ് ഇല്ലെങ്കിൽ അങ്ങനെ ഒന്നും ആലോചിക്കില്ല. ഒരു അസൈൻമെന്റ് തരുന്നു, അല്ലെങ്കിൽ ഒരു കരിക്കുലർ ആക്ടിവിറ്റി ഉണ്ട്, എക്സ്പെരിമെന്റ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്ത് അങ്ങ് അത് ഒരു അക്കാഡമിക് റിക്വയർമെന്റ് ആയിട്ട് ആ കോഴ്സ് പാസ്സാവാൻ വേണ്ടി വേണം എന്നുള്ള രീതിയിൽ അങ്ങ് പോകുന്നതല്ലാതെ അതിനെ അത് ഏത് തരത്തിലാണ് എന്നെ ഡെവലപ്പ് ചെയ്തത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം വരുന്നില്ല. ഈ ഒരു റിഫ്ലക്ട് ചെയ്യാനായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് അങ്ങനെ ക്രിട്ടിക്കലി റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കുകയും അതിലൊരു സെൽഫ് ലേണിംഗ്, സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗിലേക്ക് അവർ വരാനും ഇത് സഹായിക്കും. അവന്റെ ഫീലിംഗ് എഴുതി വരുമ്പോൾ ആ റൈറ്റിംഗ് സ്കിൽസും സ്വാഭാവികമായിട്ടും ഇംപ്രൂവ് ചെയ്യും. അവരവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ കുറെ കൂടെ മനസ്സിലാവുമ്പോൾ അവരുടെ ആ ഗോൾ സെറ്റിംഗ് കുറച്ചുകൂടെ കൃത്യമായിട്ട് ഏതാണ് എനിക്ക് പറ്റിയതെന്നും ഒക്കെ അവർക്ക് തിരിച്ചറിയാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. ലോങ് ടേം ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ കാണും, നേരത്തെ പറഞ്ഞ പോലെ ഇംപ്രൂവ്ഡ് സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ്, എൻഹാൻസ്ഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ. ലോങ് ടേമിലുള്ള അക്കാഡമിക് ആണ്. ഇത് കഴിഞ്ഞാലും വീണ്ടും അവനവനെ തന്നെ സ്കില്ല് ചെയ്യുകയും റിസ്കില്ല് ചെയ്യുകയും അപ്സ്കില്ല് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പൊ അതിനായിട്ടുള്ള ഒരു സ്കിൽ ഇവിടുന്ന് തന്നെ ഡെവലപ്പ് ചെയ്യും. അത് ഓഫ് കോഴ്സ് ലബിലിറ്റി സ്കില്ലായിട്ട് മാറുകയും ചെയ്യും. അതേപോലെ തന്നെ സ്റ്റുഡൻസ് എബിലിറ്റി ടു ഇന്റഗ്രേറ്റ് ന്യൂ ഐഡിയാസ് ഇൻ ടു എക്സിസ്റ്റിംഗ് നോളജ്. ആ രീതിയിൽ ഈ ആക്ടിവിറ്റീസ് ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊരു മനസ്സിലാക്കലുണ്ട്. ഈ ഓരോ ആക്ടിവിറ്റിയും എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും പുതിയ നോളജ് ഉണ്ടാവാനും, ലൈഫ് സ്കിൽ ആക്ടിവിറ്റി മാത്രമല്ല പറഞ്ഞത്, ഹോൾ 4 ഇയേഴ്സിലെ ഓരോ പ്രോസസ്സും അവനവനെ സ്കില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ ഈ ഒരു പ്രോസസ്സിലൂടെ കൊണ്ടുവരാം. അത്തരത്തിലൊരു ഇൻക്രീസ്ഡ് എൻഗേജ്മെന്റ് ആൻഡ് ഓണർഷിപ്പ് ഓഫ് ലേണിംഗ്. മറ്റേ ഓണർഷിപ്പ് അവരുടേതല്ല, ലേണിംഗിന്റെ ഓണർഷിപ്പ് അത് സിലബസിലുണ്ട്. സിലബസ് ഇത്രയും പറയുന്നുണ്ട്, എക്സ്പെരിമെന്റ്സ് സിലബസിൽ പറയുന്നുണ്ട്, അത് ടീച്ചേഴ്സ് കുറച്ച് റിക്വയർമെന്റ് പറയുന്നു, ആ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ. അല്ല അവനവന്റെ ഓണർഷിപ്പിലേക്ക് വരുന്നില്ല, അവരെ ടച്ച് ചെയ്യുന്നില്ല. സെൽഫ് റിഫ്ലക്ഷന് മുമ്പ് ചെയ്യിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്, അത് മൊമെന്റ് ഈ ഒരു സെൽഫ് റിഫ്ലക്ഷൻ തുടങ്ങുമ്പോൾ ഈ ഓരോ കാര്യവും അവരെ ടച്ച് ചെയ്ത് തുടങ്ങും. ആ തരത്തിൽ അവരുടെ ഒരു എൻഗേജ്മെന്റ്, ഇൻക്രീസ്ഡ് എൻഗേജ്മെന്റ്. അതേപോലെ ഒരു ന്യൂ ലേണിംഗ് എൻവയൺമെന്റ്സ് വരുമ്പോഴത്തേനും, കാരണം പലപ്പോഴും സ്കൂളിലെ എൻവയൺമെന്റിൽ നിന്ന് കോളേജ് എൻവയൺമെന്റിലേക്ക് വരുമ്പോൾ എക്സ്പെക്ടേഷൻസ് സെൽഫ് മാനേജ് ചെയ്യാനും ഇൻഡിപെൻഡന്റ് ലേണിംഗ് സ്കിൽസ് വരാനും ന്യൂ റുട്ടീൻസും സോഷ്യൽ ഡൈനാമിക്സും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാം ഈ ഒരു ലൈഫ് ലോങ് ലേണിംഗ് സ്കിൽസ് കൊണ്ടുവരാനും ഇത് സാധിക്കും. ലൈഫ് ലോങ് ലേണിംഗ് സ്കിൽസിനെ നമ്മൾ ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്ന് പറയും. ട്രാൻസ്ഫറബിൾ എന്ന് പറഞ്ഞാൽ അത് നമുക്കിങ്ങനെ കൊണ്ടുപോകാം. ചില സ്കിൽസ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ മാത്രം നമുക്ക് ആവശ്യമുള്ളതായിരിക്കും. നമ്മൾ ജോലി സ്വിച്ച് ചെയ്യുമ്പോഴോ നമ്മുടെ സാഹചര്യം സ്വിച്ച് ചെയ്യുമ്പോഴോ ഒക്കെ ആ സ്കില്ല് വേണ്ടി വരത്തില്ല. പക്ഷെ ചില കാര്യങ്ങൾ ട്രാൻസ്ഫറബിൾ സ്കിൽസ് ആണ്. നമ്മൾ ജീവിതകാലം മുഴുവൻ നമുക്കത് ഏത് ജോലി ചെയ്താലും ഏത് സാഹചര്യത്തിൽ ആവശ്യമുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, സെൽഫ് അവയർനെസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, ക്രിട്ടിക്കൽ തിങ്കിങ്, ലൈഫ് ലോങ്, ഇതൊക്കെ ട്രാൻസ്ഫറബിൾ സ്കിൽസ് ആണ്. അപ്പൊ ഇത്തരം സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായി നമുക്ക് സെൽഫ് റിഫ്ലക്ഷൻ വളരെയധികം സഹായിക്കും. ഇപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗൈഡഡ് സെൽഫ് റിഫ്ലക്ഷൻ, അതിന്റെ ഒരുപാട് ഇൻട്രിക്കസീസിലേക്ക് പോവാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആണ് നമ്മൾ ഈ കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ സെൽഫ് റിഫ്ലക്ഷൻ ക്വസ്റ്റ്യനിന്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പൊ ഇത് ഇതേപോലെ തന്നെ ആവണമെന്നില്ല. ഏകദേശം അവരിപ്പോ എവിടെയാണ് നിൽക്കുന്നത് അത് അവരൊന്ന് സ്വയം ആലോചിച്ച് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡഡ് സെൽഫ് റിഫ്ലക്ഷൻ ആണെന്നേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻസിന്റെ ലിങ്ക് കമന്റ്സിന്റെ കൂടെ ഇട്ടേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.